ബേബി സ്കിൻ പോലെ, തൂവലിൽ സ്പർശിക്കുന്ന പോലെ ഒക്കെ നമ്മുടെ ശരീരത്തെ മാറ്റുന്ന വിപ്ഡ് ബോഡി ബട്ടർ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ്, കൈ, കാല് ഒക്കെ ഒരേപോലെ ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന, ഫെയർ ആക്കാൻ പറ്റുന്ന, മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വീട്ടിൽ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഫേസും കൈയും കാലും ഒക്കെ നന്നായിട്ടിരിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ആണല്ലേ. അതല്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എപ്പോഴും നമ്മുടെ കൈയും കാലും അല്ലെങ്കിൽ കാലിൻ്റെ സ്കിന്നും ഫേസും ഒക്കെ ചുളിവ് വീഴാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ ഓക്കെ, നമ്മളൊരു ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. വീട്ടിലുള്ള മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മളൊരു ഡള്ളായിട്ടിരിക്കുമ്പോൾ ഒരു വിഷമമാണ്. അത് മാത്രമല്ല, നമുക്കാണെങ്കിൽ നമ്മൾ ഡള്ളായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു പ്രാക്ടീസായി പോകും, അതൊരു ശീലമായി പോകും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്രീമിലേക്ക് നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമ്മുടെ ശരീരത്തിനെയും കൈകളെയും കാലുകളെയും മുഖത്തിനെയും ഒക്കെ, ഈവൻ ഹെയർ സ്കാൽപ്പിനെ പോലും സോഫ്റ്റ് ആയിട്ടും നറിഷ് ആയിട്ടും വെക്കാൻ കഴിവുള്ള വിപ്ഡ് ബോഡി ബട്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ്. ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണത്. അതിലേക്ക് ഞാൻ ഒരു 5 ഡ്രോപ്പ് വിറ്റാമിൻ ഇ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിലാണ് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കുറേശ്ശെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു വേണം മിക്സിന്, ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴിക്കരുത്. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യുകയും മസിൽസിനെ ഫേം ആക്കുകയും ഫൈൻ ലൈൻസ്, റിങ്കിൾസിന്റെ ഒക്കെ അപ്പിയറൻസിനെ കുറയ്ക്കുകയും നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് തരികയും ശരീരത്തിന് തരികയും സ്കിന്നിന് തരികയും ഒക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഗുണങ്ങളുള്ള ഒന്നാണ് റോസ് ഹിപ്പ് ഓയിൽ. നമ്മളുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ സ്കിന്നാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റുന്ന ഒരു ഓയിലാണ് റോസ് ഹിപ്പ് ഓയിൽ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം വിപ്പ് ചെയ്യണം. എന്നാലേ ഞാൻ പറയുന്ന പോലെ ഒരു വിപ്പിംഗ് ക്രീം പോലെയാണ് നമ്മുടെ ബോഡി ബട്ടർ ഉണ്ടാവുക. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുന്ന കാരണം ഇതെല്ലാം കൂടെ മിക്സ്ചറായി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം കൺസിസ്റ്റൻസി ഈവൻ ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് കിട്ടുകയും നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യുകയും നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിന്റെ അപ്പിയറൻസ്, ചെറിയ ചുളുക്കങ്ങൾ, ചെറിയ പൊരി പോലൊക്കെ വരില്ലേ, അതൊക്കെ വരാതെ നമ്മുടെ കാലിന്റെ സ്കിന്നിനെ ഒക്കെ നല്ല സോഫ്റ്റ് ആക്കി, കൈകളെയൊക്കെ സോഫ്റ്റ് ആക്കി വെക്കും. നിങ്ങൾ എത്ര തന്നെ പാത്രം കഴുകിയാലും ഇനിയും കൈകളൊന്നും ഒരിക്കലും റഫ് ആവില്ല. അതുപോലെ തന്നെ ഒരിക്കലും സ്മൂത്ത് അല്ലാതെയും ഇരിക്കയില്ല. ഇതിങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്കൊരു ഡബ്ബയിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്, സ്റ്റെറിലൈസ്ഡ് ഡബ്ബയില്. ഇത് നമ്മുടെ കൈകളിൽ തേച്ച് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യുക. നമ്മുടെ കാലിനെ സോഫ്റ്റ് ആക്കാനും കാലിന് നല്ല കളർ കിട്ടാനും നമ്മുടെ കാലിന്റെ പാദത്തിന്റെ സ്കിന്നില്ലേ അതിനെ നല്ല പട്ടുപോലെ വെക്കാനും ഒക്കെ ഈ വിപ്പിംഗ് ക്രീം നമ്മളെ സഹായിക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും ഈ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ കാലിനും കൈക്കും ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി മെനോപ്പസ് പീരീഡിൽ ഉണ്ടാകുന്ന ബോഡി ഹീറ്റിനെ ഒക്കെ തടയാനായിട്ട് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു കണ്ടെയ്നറിലാക്കി 1 മാസമൊക്കെ ഫ്രിഡ്ജില്ലാതെ തന്നെ അതിരുന്നോളൂ. സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇനി ഈ പ്രായത്തിൽ എന്താകാനാ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് സപ്രസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, ഡിസ്കറേജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുക, അത് നമുക്ക് ലൈഫിൽ ആവശ്യമില്ല. ആരെയെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലോട്ട് തന്നെയാണ് ആ ഒരു ബുദ്ധിമുട്ട് കയറുന്നതും ആ ഒരു പിരിമുറുക്കം കയറുന്നതും നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നതും നമ്മുടെ സൗന്ദര്യം പോകുന്നു. സോ അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മളെ ഒന്ന് റിലാക്സ് ആയിട്ട് വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.
നമ്മളോട് ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രശ്നത്തിന് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തു കൊടുത്തിട്ട് അവിടുന്ന് അങ്ങ് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, ഓപ്പോസിറ്റ് വരുന്നയാൾക്ക് ഈഗോ ആണ്, അയാൾ ഇങ്ങനെ പോവുള്ളൂ എന്ന്. ഓക്കെ പൊയ്ക്കോ. അല്ലെ പുറകെ വരുന്ന ആൾ ഹോൺ അടിച്ചുകൊണ്ടേ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഹോണിനും നമ്മൾ ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താകും എന്ന് ആലോചിച്ച് നോക്കി. അതിന് പകരം ഞാൻ ആ ഹോൺ കേട്ടിട്ടേ ഇല്ല, നമ്മൾ മര്യാദയ്ക്കുള്ള പാത്തിലാണ് പോകുന്നത്, ഇനി ഇൻ കേസ് അയാൾക്ക് ഫ്രണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് സൈഡ് കൊടുത്താൽ അയാൾ അങ്ങ് പൊക്കോളും. ആ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളും അതങ്ങ് മറക്കും. അല്ല, നമ്മൾ അതിനെ വിടാതെ പുറകെ നടന്ന് ഹോൺ അടിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്ര നേരം നമ്മളത് കേൾക്കണം. അതുപോലെ തന്നെയാണ് ലൈഫും. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനും വേണ്ട കാര്യങ്ങൾ വേണമെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ്. നമ്മളുടെ കൈയിൻ്റെ സ്കിന്നും കാലിൻ്റെ സ്കിന്നും നമ്മുടെ ഫേസിൻ്റെ സ്കിന്നും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൈയിൻ്റെ സ്കിന്നും കാലിൻ്റെ സ്കിന്നുമാണ്. മുഖത്തിൻ്റെ സ്കിൻ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ മാത്രമാണ് കാണുന്നത്, അല്ലേ? സോ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വഴിയിൽ കൂടെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ലൈഫ് ഇനിയും ബാക്കിയുണ്ട്, ഇനിയും എനിക്ക് ജീവിക്കാൻ ഈ ലോകത്തിൽ ബാക്കിയുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഉണ്ടാകുക. എല്ലാം തീർന്നു, ഇനി എന്താണുള്ളത്, ഒന്നുമില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ അവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നുമില്ലാതെ അവിടെ നമ്മുടെ ലൈഫ് കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ലൈഫ് വീണ്ടും ദൈവം എത്രയാണോ നിശ്ചയിച്ചിരിക്കുന്നത് അത്രയും നാൾ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായേ പറ്റുള്ളൂ. നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ നമ്മൾക്ക് കൊള്ളാം. നമ്മൾ ഹാപ്പി അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നമ്മൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാം. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അങ്ങനെയൊന്നുമല്ലാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് വെച്ച് ആവശ്യമില്ലാതെ നമ്മുടെ ലിമിറ്റിന് വെളിയിൽ പോയി സന്തോഷിക്കുക എന്നുള്ളതല്ല. നമ്മൾക്കൊക്കെ ഒരു ലിമിറ്റും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ, ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്ത് നമ്മളുടെ മെനോപോസ് പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇമോഷണൽ ഇൻബാലൻസിങ് ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് നമുക്ക് തന്നെ അറിയില്ല. ആരും അറിയാതെ നമ്മൾ കരയുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ എത്രയോ പേർ ആരും അറിയാതെ കരയുന്നുണ്ടായിരിക്കും. ആരും അറിയാതെ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കഴിഞ്ഞുപോയ നിങ്ങളുടെ നല്ല ഒരു നിമിഷങ്ങളെക്കുറിച്ച്, സ്കൂളിനെ കുറിച്ച്, കോളേജിനെ കുറിച്ച്, നല്ല ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, അന്ന് സന്തോഷമായിട്ട് കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്ന ഒരുപാട് പേരില്ലേ. ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മെനോപോസ് പീരീഡിലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. സോ ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ ഈ ഒരു ഇമോഷണൽ ഇൻബാലൻസിങ് ഉണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മളുടെ ശ്രദ്ധ, നമ്മളുടെ കോൺസെൻട്രേഷൻ കുറച്ച് നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുവാണെങ്കിൽ അതിലൊന്നാണ് സ്കിൻ കെയർ, ഹെയർ കെയർ, സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത്. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നതിൽ ഹെൽത്തും കൂടെ വരും, വ്യായാമം വരും. എന്ന് വെച്ചാൽ ജിമ്മിൽ പോയി ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് വാക്കിംഗ് പോവുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന് ഒരിക്കലും പറയുന്നില്ല. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല ഫുഡ് എൻജോയ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എൻജോയ് ചെയ്യുക. അതിനൊരു നമ്മുടെ ഫുഡിലൊക്കെ ഒരു റൊട്ടീൻ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളോട് തന്നെ നമുക്കൊരു പ്രൗഡ് തോന്നുന്ന കാര്യമാണ്. അതുപോലെ സ്കിൻ കെയറിൽ ഒരു റൊട്ടീൻ കൊണ്ടുവരിക. സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതലൊന്ന് നന്നായിട്ട് ആലോചിച്ചിട്ടൊരു സ്കിൻ കെയർ ചെയ്യുക, ഒരു ഹെയർ കെയർ ചെയ്യുക. ഇതൊക്കെ നമുക്ക് വളരെ നല്ല കാര്യങ്ങളാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇതുപോലെ ആൾക്കാർ നമ്മുടെ സാരി ഒന്ന് വല്ലാതെ കുത്തിയിരുന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസ് എന്തെങ്കിലും അവർ നോക്കുമ്പോൾ കാണും, നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. അയ്യോ എന്ത് പറ്റി, കുറച്ച് നാളായിട്ട് വയ്യാതായോ, നിങ്ങൾക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ, വളരെ ക്ഷീണിച്ച മുഖമാണല്ലോ, അങ്ങ് മങ്ങിപ്പോയി, പ്രായമൊക്കെ ആയതിൻ്റെ ആയിരിക്കും എന്ന് ഒരു പോയിന്റ് അവരവിടെ ഇട്ട് തരും. നിനക്ക് പ്രായമായി, നിനക്ക് വയസ്സായി, സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അവർ വിതച്ചു തരും. പക്ഷെ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കത്തില്ല. നമ്മളിപ്പോഴും നമ്മളുടെ ഒരു 25-ലും 26-ലും ആയിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മൾ ലോകത്തിനെ കാണുന്നത്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതൊക്കെ. അതൊരിക്കലും മാറ്റണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അങ്ങനെ തന്നെ സന്തോഷമായിട്ടിരിക്കും, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരും നമ്മളുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാൻ നമ്പർ, അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എത്രയോ ഫാമിലി ഫ്രണ്ട്സാണ് കിട്ടിയതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും സ്നേഹമുള്ള കുറേ ആൾക്കാർ, ഇത്രയ്ക്കും നന്മയുള്ള ഒരു ലോകമാണിതെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാം എൻ്റെ അഭിമാനമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഒന്ന് പരിഗണിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അത് നിങ്ങളുടെ ലവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായി വേറൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.